ഇപ്പോൾ കുവൈത്തിൽ നിന്ന് സലീം കോട്ടയിൽ കൂടി ചേരുന്നുണ്ട്. സലീം, കുവൈത്തിലെ സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോൾ ഒമാനിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജാഗ്രതയോടെ ഇരിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അനാവശ്യമായി പുറത്തിറങ്ങേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. കുവൈത്തിലെ സാഹചര്യം എങ്ങനെയാണ്? മലയാളികളടക്കം നിരവധിയുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടോ? എന്താണ് പൊതുവിലെ സ്ഥിതി? ജീന, കുവൈത്തിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യമില്ലെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുവൈറ്റ് നാഷണൽ ഗാർഡ് സേനകൾ രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതായി പൂർണ്ണ ജാഗ്രതയിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. സൈന്യം, പോലീസ്, ജനറൽ ഫയർഫോഴ്സ് എന്നിവയുമായി സഹകരിച്ച് ക്യാമ്പുകളും പ്രധാന കേന്ദ്രങ്ങളും സുരക്ഷിതമാക്കിയതായി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രാദേശിക സാഹചര്യങ്ങളെ തുടർന്ന് വൈദ്യുതി, ജലം, അതുപോലെ ഊർജ്ജ മന്ത്രാലയം അടിയന്തര പദ്ധതികൾ നടപ്പിലാക്കിയതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ കുവൈത്തിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ലെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ നമ്പർ, ഇന്ത്യൻ പ്രവാസികൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ പുറത്തിറക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിലും ജലാശയങ്ങളും റേഡിയേഷൻ അളവിൽ യാതൊരു വർധനയും കണ്ടെത്തിയില്ലെന്ന് കുവൈറ്റ് നാഷണൽ ഗാർഡും അറിയിച്ചിട്ടുണ്ട്. കുറച്ചു നേരത്തെയാണ് സൗദി കിരീടാവകാശി കുവൈത്ത് അമീറുമായി സംസാരിച്ചത്. കുവൈത്തിനുള്ള എല്ലാ പൂർണ്ണമായ പിന്തുണയും സൗദി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ കാര്യങ്ങൾ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കുവൈത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നുമില്ല എന്നാണ് സലീം കോട്ടയിൽ പറയുന്നത്. ഏതായാലും കുവൈത്തിലും ഒമാനിലും സമാനമായ സാഹചര്യമാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും ഇല്ല. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവിടെ നിലവിൽ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിലും ജനങ്ങൾ ജാഗ്രത പാലിക്കണം, പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള നിർദ്ദേശവും ഒപ്പം നൽകുകയും ചെയ്യുന്നുണ്ട്. യുദ്ധം വളരെ വലിയ രീതിയിലേക്ക് വ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ചർച്ച, സമാധാനപരമായ ഒരു ചർച്ച നടത്തി ഇത് അവസാനിപ്പിക്കണമെന്നുള്ള ആഗ്രഹം കൂടിയാണ് ഗൾഫ് രാജ്യങ്ങൾ പങ്കുവയ്ക്കുന്നത്.